ദ ജേർണലിസ്റ്റിലേക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് 35 സീറ്റ് നേടി കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്നാണ്. അന്ന് പാലക്കാട് മത്സരത്തിനിറങ്ങിയ മെട്രോമാൻ ഇ ശ്രീധരൻ BJP-ക്കാർ മൂപ്പിച്ചത് കേട്ട് ഇപ്പം മുഖ്യമന്ത്രിയാകുമെന്ന മട്ടിൽ, അല്ലെങ്കിൽ ഒരു MLA ഉറപ്പാണ്, MLA ആകും എന്ന മട്ടിൽ MLA ഓഫീസൊക്കെ എടുത്ത് പലരെയും മുണ്ടുപൊക്കി കാണിച്ച് കാലിൽ വീഴിപ്പിച്ച് ഒരു രാജാവ് കണക്കെ നടന്നു. അന്ന് സുരേന്ദ്രൻ്റെ പ്രഖ്യാപനം കേട്ട് വിശ്വസിച്ച നിരവധി BJP-ക്കാർ കേരളം BJP പിടിക്കാൻ പോവുകയാണ് എന്ന് അലമുറയിട്ട് കണ്ടിൽ കണ്ടവരുടെയൊക്കെ മെക്കിട്ട് കയറി നടന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു. വട്ടപൂജ്യമായിരുന്നു. 0P. 2016 ലഭിച്ചതിനേക്കാൾ വോട്ടിംഗ് ശതമാനം കുറവാണ് BJP-ക്ക് 2021 ലഭിച്ചത്. ഏതാണ്ട് 90ഓളം സീറ്റുകളിൽ നിന്ന് BJP-ക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. പക്ഷേ അത് തീർക്കുന്ന വിധത്തിലാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. അന്ന് ഏതാണ്ട് 20% BJP-യുടെ വോട്ടിംഗ് ശതമാനം എത്തി. 2021 കേട് 24 തീർത്തു. സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിക്കാനും BJP-ക്ക് കഴിഞ്ഞു. പക്ഷേ ആ മേന്മ അധിക നാൾ നിലനിർത്താൻ BJP-ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ന് 30ഓളം മണ്ഡലങ്ങളിൽ 30,000+ മണ്ഡലങ്ങൾ BJP നേടിയിരുന്നുവെങ്കിലും 2025 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഉണ്ടായിരുന്ന വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഒരു വലിയ ഇടിവ് കണ്ടു. ഏതാണ്ട് 5% വോട്ട് ഷെയർ താഴെ പോയി 15% BJP-യുടെ വോട്ട് ഷെയർ എത്തി. അതായത് 2024 നിന്ന് പിന്നെ താഴോട്ടാണ് BJP പോയത്. അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ BJP-യുടെ സ്ഥിരതയില്ലായ്മയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ BJP നേതൃത്വം എടുക്കുന്ന അജണ്ടകൾ ജനങ്ങളെ വല്ലാതെ BJP-യിൽ നിന്ന് അകറ്റുന്നു എന്നത് തന്നെയാണ് ഉത്തരം. ഇപ്പോൾ കെ സുരേന്ദ്രൻ 35 സീറ്റ് നേടി അധികാരത്തിൽ വരുമ്പോൾ തള്ളി മറിച്ചിട്ട് എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടു. ഇപ്പോൾ കെ സുരേന്ദ്രൻ ആ പദവിയിൽ നിന്ന് മാറി പകരം രാജീവ് ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റ് ടെക്നോക്രാറ്റ് ആ പദവിയിൽ വന്നപ്പോൾ കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് BJP-ക്കാരെങ്കിലും കരുതി. പക്ഷേ എത്ര വലിയ ടെക്നോക്രാറ്റ് ആയാലും കോർപ്പറേറ്റ് ആയാലും എത്ര വലിയ ഉന്നതിയിലുള്ള ആളായാലും BJP-യുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന നിലയിലേക്കായി കാര്യങ്ങൾ. കാരണം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് 10 സീറ്റ് നേടും, കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ വരും, BJP കാര്യങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെയായിരുന്നു അവരുടെ അഹന്ത. ഏതാണ്ട് 10-15 മണ്ഡലങ്ങൾ വരെ ഞങ്ങൾ പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് ആദ്യം ചെയ്ത അബദ്ധം എന്താണ്? 19 സീറ്റ് 2020 കൊടുത്തു. അതിൽ BJP-ക്ക് ഏറ്റവും വിജയസാധ്യത കരുതപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ BJP ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഇങ്ങ് പോരും എന്ന് കരുതാവുന്ന തൃപ്പൂണിത്തറ മണ്ഡലം 2020 കൊടുത്തു. അതും അഖിൽ മാരാർ എന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്തവനെന്ന് പലരും വിശേഷിപ്പിക്കുന്ന, അതായത് രാഷ്ട്രീയപരമായി ഒരു കഴിവുമില്ലാത്ത ഒരാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, പലപ്പോഴും കോൺഗ്രസിനെ താങ്ങി നടക്കുകയും പിന്നെ അവിടെ ഒന്നും കിട്ടില്ലെന്ന് കണ്ടപ്പോൾ BJP-യിലേക്ക് ചാടുകയും പിന്നെ 2020-ക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്ത ഒരു കൃത്യതയില്ലാത്ത, വ്യക്തതയില്ലാത്ത, രാഷ്ട്രീയ അടിത്തറയില്ലാത്ത ഒരാൾ. അയാളെ തൃപ്പൂണിത്തറയിൽ മത്സരിപ്പിച്ചത് വലിയ ദുരന്തമായി എന്ന് കരുതുന്നവരുണ്ട്. അതുപോലെ തന്നെ ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ BJP-ക്കുള്ളിൽ തന്നെയുണ്ട്. റാന്നിയിൽ ശബരിമല വിഷയത്തിൽ കൃത്യമായ നിലപാട് പോലും ഇല്ലാത്ത ഒരാളെ 2020-യുടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് എന്തിനാണ് എന്ന ചോദ്യം BJP-ക്കുള്ളിൽ തന്നെയുണ്ട്. അതായത് എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പോലും BJP നടത്തിയത് എന്ന വാദം ഉയരുമ്പോൾ കോൺഗ്രസ് പറയുന്നത് ഇത് CJP ഡീലിൻ്റെ ഭാഗമായി CPM-ന് കുറെ കൂടി ഗുണകരമാകുന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റാൻ വേണ്ടി BJP ബോധപൂർവം നടത്തുന്ന കളിയാണ് എന്നുള്ളതാണ്. എന്തായാലും തുടക്കത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ തള്ളി മറിച്ച് നടന്ന BJP-ക്കാർ ഇപ്പോൾ വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ല. 10 കിട്ടും, 15 കിട്ടും, കേരളത്തിൻ്റെ ഭരണം തീരുമാനിക്കുമെന്നൊക്കെ പലപ്പോഴായി തള്ളിമറിച്ച നേതാക്കളൊന്നും തെരഞ്ഞെടുപ്പിന് ശേഷം അതേക്കുറിച്ച് മിണ്ടുന്നില്ല. കാരണം എന്താണെന്നറിയോ? BJP-യുടെ വോട്ടുകൾ വ്യാപകമായി മറിഞ്ഞിട്ടുണ്ട് എന്ന് നേതൃത്വത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ BJP-ക്ക് വേണ്ടി നിരീക്ഷണം നടത്തുന്നവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട പല കാരണങ്ങളിൽ ഒന്ന് സ്ഥാനാർത്ഥികളുടെ കഴിവില്ലായ്മയാണ്, സ്ഥാനാർത്ഥികളുടെ പോരായ്മയാണ്. അതിൽ തന്നെ BJP നേതൃത്വത്തിൻ്റെ ഭാഗത്ത് വന്നൊരു വീഴ്ച A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് മാത്രം അവരുടെ പ്രവർത്തനവും എഫേർട്ടും കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. പല മണ്ഡലങ്ങളിലും കൂടുതൽ വോട്ടുകൾ പിടിക്കാൻ സാധിക്കുമായിരുന്നിട്ടും അവിടെയൊന്നും നേതൃത്വം വേണ്ട വിധത്തിൽ ഇടപെടുകയോ കാര്യമായ ക്യാമ്പയിനിങ് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകരുടെ അവിടുത്തെ ആത്മവിശ്വാസം ഇല്ലാതായി. ജയിക്കാത്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്തിനു പണിയെടുക്കണമെന്ന് കരുതി CPM-നെ തോൽപ്പിക്കാൻ വേണ്ടി ഈ വോട്ടുകൾ കൂട്ടത്തോടെ UDF-ലേക്ക് പോയി എന്നതാണ്
പുറത്തു വരുന്ന ഒരു വിലയിരുത്തൽ. അതായത് CPM-നെതിരായി, പിണറായി വിജയനെതിരായി ശബരിമല വിഷയമൊക്കെ ആളിക്കത്തിച്ച് BJP വ്യാപകമായ പ്രചാരണം നടത്തുകയും അത് കൂടുതലായി ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വോട്ടുകൾ BJP-യിലേക്ക് വന്നില്ല. കാരണം ജയിക്കാത്ത സ്ഥാനാർത്ഥിയെ, കൊള്ളരുതാത്തൊരു സ്ഥാനാർത്ഥിയെ ഒക്കെ നിർത്തിയിട്ട് എന്തിനാണ് അവർക്ക് വോട്ട് ചെയ്യുന്നതെന്ന് കരുതുന്ന BJP-ക്കാർ അല്ലെങ്കിൽ BJP ആഭിമുഖ്യമുള്ളവർ, വോട്ടർമാർ, അവർ നേരെ CPM-നിട്ട് പണി കൊടുക്കാൻ വേണ്ടി UDF-ലേക്ക് വ്യാപകമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. റാന്നി തന്നെ ഒരു ഉദാഹരണം പറയാം. ഒരു ശബരിമല വിശ്വാസി, അയ്യപ്പ വിശ്വാസി, CPM-നോട് കടുത്ത ദേഷ്യമുണ്ട്, പിണറായിയോട് കടുത്ത ദേഷ്യമുണ്ട്, ഈ ഭരണം ഉണ്ടാകരുത് എന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ റാന്നിയിൽ മത്സരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി, 2020-യുടെ സ്ഥാനാർത്ഥി, അയാൾക്ക് ശബരിമല വിഷയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സ്ഥാനാർത്ഥിയാണ്. അത് മുമ്പൊരു വിവാദം നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്? പകരം അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ CPM-ന് അതൊരു പ്രഹരമാകും. അങ്ങനെ എൻ്റെ പക തീർക്കാമെന്ന് കരുതി വിശ്വാസികൾ കൂട്ടത്തോടെ UDF-ലേക്ക് പോയൊരു സാഹചര്യമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, അത് BJP-യുടെ മറ്റൊരു ക്യാമ്പയിനിലെ പിഴവാണ്. PC ജോർജിനെ പോലെ ഒക്കെയുള്ള തീവ്ര മുസ്ലിം വിരുദ്ധ പ്രഭാഷകരെ ആളിക്കത്തിച്ചു വിട്ടു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി PC ജോർജ് പോലുള്ള ആളുകൾ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിച്ച് മുസ്ലിം ലീഗിനെതിരെ വ്യാപകമായ പ്രചാരണം നടത്തി, മുസ്ലിം സമുദായത്തിനെതിരെ, മലപ്പുറത്തിനെതിരെ ഒക്കെ രൂക്ഷമായ വൃത്തികേടുകൾ വിളിച്ചുകൂവി. അതോടുകൂടി മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവുകയും ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ UDF-ലേക്ക് വോട്ട് ചെയ്തേ പറ്റൂ. അതായത് BJP വർഗീയത ആളിക്കത്തിക്കുമ്പോൾ, മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കുമ്പോൾ ആ ജനങ്ങൾ മുഴുവനായി ഇതിനെതിരെ പ്രതിരോധിക്കണമെങ്കിൽ UDF-ന് വോട്ട് ചെയ്യണം. കാരണം CPM-നെ നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ്റെ കൂടെ എന്ന് പറഞ്ഞ മുസ്ലിം വിരുദ്ധത എത്രത്തോളമാണ്. അപ്പോൾ പിണറായിയിൽ ഇനി പ്രതീക്ഷയില്ല, LDF-ന് ഇനി പ്രതീക്ഷ വേണ്ട. അതുകൊണ്ട് തന്നെ നേരെ UDF-നെ പിന്തുണയ്ക്കാമെന്നൊരു വലിയ തീരുമാനം അവിടെ കൈക്കൊണ്ടു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. അത് UDF-ന് ഗുണകരമായി മാറി. അതായത് തൂക്കുമന്ത്രിസഭയുണ്ടാക്കി എല്ലാം ഞങ്ങൾ തീരുമാനിക്കുമെന്ന നിലയിൽ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയ BJP അവരുടെ തന്നെ പിഴവ് കൊണ്ട് UDF-ന് ഗുണകരമാകുന്നൊരു അവസ്ഥ ഇവിടെ ഉണ്ടായി. അത് അറിഞ്ഞോ അറിയാതെയോ, അത് BJP നേതൃത്വം അറിഞ്ഞിട്ടായിരിക്കില്ല, പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം കൂടെ രൂപപ്പെട്ടു. പിന്നെയുള്ളത് നോക്കുക, ശോഭാ സുരേന്ദ്രൻ വിഷയം. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആ വിഷയം വന്നത് പട്ടിക്കൽ കൊണ്ടുപോയി കലമുടച്ചതുപോലെയായി ശോഭാ സുരേന്ദ്രൻ. അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള ആവേശമുണ്ടാക്കി. ആവേശം എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ തോൽപ്പിച്ചേ അടങ്ങൂ എന്ന വാശിയുണ്ടാക്കി. കേരളം മുഴുവൻ അത് ചർച്ച ചെയ്തു. BJP നേതാക്കളുടെ ഫാസിസം അല്ലെങ്കിൽ BJP നേതാക്കളുടെ ഉള്ളിലെ വിഷം അല്ലെങ്കിൽ തീവ്രത, മോശം സ്വഭാവം, അവരുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റമൊക്കെ ഇത്ര മോശമാണ് എന്നുള്ള ചിന്താഗതി ഉണ്ടാവുകയും അത് പാലക്കാട് എന്തായാലും UDF-ന് അനുകൂലമായിട്ട് അത് മാറിയിട്ടുണ്ട്. കേരളത്തിൽ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. പിന്നെ PC ജോർജിനെയും ഷോൺ ജോർജിനെയും പോലുള്ളവർ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ നടക്കുന്ന പരിപാടി അത് ഏറെക്കുറെ ക്രിസ്ത്യൻ മതവിഭാഗത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വിജയമാണെങ്കിൽ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം തുടങ്ങിയ ജില്ലകളിലൊക്കെ BJP-ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അവർ കോൺഗ്രസിനൊപ്പമാണ് നിന്നത്, UDF-നൊപ്പമാണ് നിന്നത്. അതിൻ്റെ കാരണം ഈ PC ജോർജിനെ പോലുള്ള ആളുകൾ ക്രിസ്ത്യാനികളെ പൊട്ടന്മാരാക്കുകയാണ്. അനൂപ് ആൻ്റണി എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഒരു അവതാരങ്ങൾ ക്രിസ്ത്യാനികളെ പറ്റിക്കുകയാണ് എന്ന് കൃത്യമായി അവർ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ പ്രതിഫലനമാണ്. അതായത് ക്രിസ്ത്യാനികൾ പണി തന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് PC ജോർജ് ഇപ്പോൾ സഭയ്ക്കും ദീപികയ്ക്കും ക്രിസ്ത്യൻ സമൂഹത്തിനുമെതിരെ BJP-ക്കൊപ്പം നിൽക്കാത്ത സഭാ നേതാക്കളും പത്രവും സഭാ വിശ്വാസികളും ഒക്കെ രാജ്യവിരുദ്ധരാണ്, രാജ്യത്തോട് ഒരു കൂറില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവർ നെറികെട്ടവന്മാരാണ്, അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെയാണ് PC ജോർജ് പറയുന്നത്. ഷോൺ ജോർജ് നോക്കുക, അമിത്ഷായോട് ഞാൻ എന്ത് പറയും എന്നാണ് ചോദിക്കുന്നത്. താൻ എന്തെങ്കിലും പോയി പറയണോ എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. താൻ അമിത്ഷായോട് എന്ത് പറയുന്നത്? ക്രിസ്ത്യാനികൾക്ക് എന്താ, ഇതൊക്കെ എന്തെങ്കിലും പോയി പറ എന്ന് ക്രിസ്ത്യാനികൾ തീരുമാനിച്ചൊരു ഘട്ടം. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആ വിവാദം ഉണ്ടായതെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഇവർ ക്രിസ്ത്യൻ സമൂഹത്തെ പറ്റിക്കുകയാണ്. FCRA ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ തന്നെ ക്രൈസ്തവ സമൂഹം BJP-ക്കെതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ബജ്രംഗ് ദളിൻ്റെ അടക്കമുള്ള ആക്രമണങ്ങൾ മറ്റൊരു വിഷയമായിട്ടുണ്ട്. ഇവിടെ മുനമ്പം വിഷയം ആളിക്കത്തിച്ച് അവിടെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പമെന്ന് പറഞ്ഞ ആളുകളൊക്കെ പിന്നീട് എന്താണ് ചെയ്തത് എന്നുള്ളത് ക്രൈസ്തവ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റിക്കുകയാണ് എന്ന ബോധ്യം ന്യൂനപക്ഷങ്ങൾക്കുണ്ടായത്, ക്രിസ്ത്യൻ സമൂഹത്തിനുണ്ടായതും BJP-ക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മണ്ഡലങ്ങളെ സ്റ്റാർ മണ്ഡലങ്ങളായി മാത്രം
കണ്ടുകൊണ്ട് BJP മുഴുവൻ എഫേർട്ടും അവിടെ എടുത്തത് ഓൾ കേരള തലത്തിൽ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജിനെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏതാണ്ട് 16% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 2021 വന്നപ്പോൾ അത് 12.5% കുറഞ്ഞു. 90ഓളം സീറ്റുകളിൽ വലിയ തിരിച്ചടിയെന്ന് BJPക്ക് ഉണ്ടായി. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതെല്ലാം പരിഹരിച്ച് 20% അടുത്തേക്ക് BJPയുടെ വോട്ട് ഷെയർ എത്തി. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ അത് പിന്നെയും കൂപ്പുകുത്തി 15% താഴുകയാണ്. അപ്പോൾ BJPയുടെ ഒരു സുവർണ്ണ കാലഘട്ടം, സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയൊക്കെയുള്ള എല്ലാ കാരണങ്ങൾ കൊണ്ടും ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അതിനുശേഷം വലിയ നേട്ടങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ പിടിച്ചു എന്ന് പറയുമ്പോഴും ആ കോർപ്പറേഷൻ ഭരണത്തിനപ്പുറം ആ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു വലിയ മുന്നേറ്റം, വലിയ വോട്ട് ഷെയർ BJPക്ക് കിട്ടിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തിന് സ്വന്തമായി ഒരു പാക്കേജ് കൊടുക്കും, തിരുവനന്തപുരത്തിൻ്റെ വികസന പട്ടിക പ്രധാനമന്ത്രി പുറത്തുവിടുമെന്നൊക്കെയാണ് VV രാജേഷ് സംഘവും പറഞ്ഞത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് വലിയ അവഗണനയായിരുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിന് എന്തോ തള്ളിത്തരുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ല. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വിഹിതമില്ലാത്തത് ചോദ്യം ചെയ്യാനുള്ള ഗഡ്സ് പോലും സുരേഷ് ഗോപിക്ക് ഉണ്ടായില്ല. അതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം എന്ത് ചെയ്തു എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വന്നപ്പോഴും കേരളത്തിന് വേണ്ടി എക്സ്ക്ലൂസീവായി എന്തെങ്കിലും പറഞ്ഞതായി അറിവില്ല, ഒരു പദ്ധതിയും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ജനങ്ങൾ വിലയിരുത്തുകയും അവർ CPMനോടുള്ള ഒരു വിദ്വേഷം, ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ശബരിമല വിഷയമടക്കം ഉള്ള ഒരു വലിയ വിദ്വേഷമുള്ളതുകൊണ്ട് ഹൈന്ദവ വോട്ടുകൾ BJP അനുകൂലികളാണെങ്കിൽ പോലും BJPക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ളത് കൊണ്ട് A ക്ലാസ് മണ്ഡലങ്ങൾ ഒഴികെ മറ്റിടങ്ങളിൽ വ്യാപകമായി അതിന് നേട്ടമുണ്ടാക്കുന്നത് UDF ആണ് എന്നാണ് ഇപ്പോൾ വരുന്ന വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ UDFിലേക്ക് വലിയ തോതിൽ വോട്ട് മറിയുകയും അത് BJPക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.